മന്ത്രിസഭയിലെ അംഗം ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഐഷ പോറ്റിയുടെ അമ്പേറ്റ് തോക്കുന്നത് കാണുമ്പോൾ കൂടി അത് പറയണം. രണ്ട്, ഐഷ പോറ്റിയെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത്, ഞങ്ങൾക്ക് വേണ്ടി ആ പണി ആകെ എടുത്തത് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് സഖാവ് പിണറായി വിജയനാണ്. ഐഷ പോറ്റി സത്യം പറഞ്ഞാൽ വേറെ ക്വസ്റ്റ്യൻ ഉണ്ട് വസന്തയോട്. ഐഷ പോറ്റി നിങ്ങൾ എവിടെ നിന്ന് കൊണ്ടുവന്നായി പറയുന്നത്? ഐഷ പോറ്റി 3 തവണ മത്സരിച്ചു, 4ാം തവണ മത്സരിക്കാൻ സീറ്റ് കിട്ടാതായപ്പോൾ അസ്വസ്ഥയായി. പാർട്ടിയുടെ ഒരു പരിപാടിയിലും പങ്കെടുത്തിട്ടില്ല, ഒരു ജില്ലാ കമ്മിറ്റിയിൽ പോലും പങ്കെടുത്തിട്ടില്ല, ഏരിയയിൽ നിന്ന് അവർ ഒഴിവായി. ഞാൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുകയാണ്, എനിക്ക് ഓടി നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിരമിച്ചു. അത് കഴിഞ്ഞ് സേവാഭാരതിയുടെ പരിപാടിയിൽ പോയി അഭിമാനത്തോടെ പങ്കെടുത്തു. അതിനുശേഷം നിങ്ങളുടെ ക്യാമ്പിൽ വന്നു. നിങ്ങൾ ഏത് കമ്മിറ്റിയിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നു എന്നാണ് ഈ പറയുന്നത്? അല്ല, ഞാൻ അതിലാണ് വളരെ കൃത്യമായ ഉത്തരം പറഞ്ഞത്. 2023 വരെ, അതായത് നിങ്ങൾ ഈ പറയുന്ന പാർട്ടി സീറ്റ് നിഷേധിക്കപ്പെട്ടത് 2023-ലല്ലോ, 2023 വരെ അവരുടെ പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുത്ത ആളാണ് ഐഷ പോറ്റി. ജില്ലാ കമ്മിറ്റി ഞാൻ മനസ്സിലാക്കുന്ന ഒറ്റ DC അവർ പങ്കെടുത്തിട്ടില്ല. അവർ DC പങ്കെടുക്കാനോ ഏരിയ കമ്മിറ്റിയിൽ പങ്കെടുക്കാനോ പാർട്ടി പരിപാടികളിൽ പ്രയത്നിക്കാനോ ഒന്നും അല്ല. അവരാഗ്രഹിക്കുന്നത് പാർലമെന്ററി പൊസിഷൻസ് ആണ്. 3 തവണയായപ്പോൾ മാറി നിൽക്കണമെന്ന് എല്ലാവരോടും പറഞ്ഞപ്പോൾ അവരോടും പറഞ്ഞു. അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. അവർ പാർട്ടി പ്രവർത്തനവും നിർത്തി, സ്വാഭാവികമായും ഒഴിഞ്ഞു. അതിനുശേഷം സേവാഭാരതിയിലൊക്കെ പരിപാടിയിലും പോയി. അതിനുശേഷം നിങ്ങൾക്ക് കിട്ടി. അല്ലാതെ CPM-ൽ ആക്റ്റീവായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാൾ CPM-മാർ എന്തോ മഹാദ്രോഹം ചെയ്തു എന്നതുകൊണ്ട് വേദനിച്ചിറങ്ങി വരികയാണ് എന്നൊന്നും ഇവിടെ ആർക്കും തോന്നുന്നില്ല. അല്ലല്ലോ ശ്രീ നിഷാദ്, നോക്കൂ, ഞാൻ പറഞ്ഞത് 2021-ലാണ് നിങ്ങൾ ഈ പറയുന്നതെങ്കിൽ ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പ് നടന്നത് ആണല്ലോ. അവിടെ 2021-ലാണല്ലോ അവരുടെ സീറ്റ് നിഷേധിക്കപ്പെടുന്നത്. അതിനുശേഷം പിന്നീട് ഉണ്ടായിരുന്ന 2-2.5 വർഷക്കാലം അവർ CPM വേദികളിലും അവരുടെ പാർട്ടി കമ്മിറ്റികളിലും സജീവമായിരുന്നു. പിന്നീട് അവരെ സൈഡ് ലൈൻ ചെയ്തു എന്നാണ് അവർ തന്നെ പറയുന്നത്. എന്റെ ആവശ്യമില്ല എന്ന് പാർട്ടിക്ക് തോന്നി, പാർട്ടി വേദികളിൽ വിളിക്കാതെയായി, പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുപ്പിക്കാതായി. അതിന് ഇന്ന് അവർ കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂകൾ കാണൂ, അവർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്, വിളിക്കാത്തൊരു പരിപാടിക്ക് 3 തവണ MLA ആയ ഒരാൾക്ക്, ബാലകൃഷ്ണ പോലെ കേരള രാഷ്ട്രീയത്തിലെ ഒരു അധികായകനെ തോൽപ്പിച്ച് കയറി വന്നൊരു നേതാവിന് വിളിക്കാത്ത സദ്യക്ക് പോയി ഉണ്ണാൻ പറ്റുമോ? അപ്പൊ സ്വാഭാവികമായും അവരെ സൈഡ് ലൈൻ ചെയ്തെങ്കിൽ അവരൊട്ടും ആക്റ്റീവ് ആയിരുന്നില്ല. അവരൊട്ടും ആക്റ്റീവ് ആയിരുന്നില്ല. ആ പോട്ടെ, എന്ത് കാരണത്താലായാലും അവർ CPM-മായി ബന്ധം അവസാനിപ്പിച്ച ആളല്ലേ. അവർ ആക്റ്റീവ് ആയിരുന്നില്ല. ഒന്നാമത്തെ കാര്യം, ആക്റ്റീവ് ആകത്തുകൊണ്ട് അവർ പാർട്ടി പരിപാടികളിൽ എവരെയും അവർ വിളിക്കപ്പെട്ടിട്ടുമില്ല. പാർട്ടിയുമായി ചേർന്നല്ല അവരും പോയത്. 2021-ലല്ല, 2016-ൽ തന്നെ അവർ മത്സരിക്കേണ്ടതുണ്ടോ എന്ന ചർച്ച വന്ന ഘട്ടത്തിൽ അവർ വേറെ ചില ആലോചനകൾ നടത്തുകയും അത് വാർത്തയാവുകയും ചെയ്ത് നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ. വീണ്ടും അവരുടെ സ്ഥാനാർത്ഥിയാവുന്നു. 2021-ൽ മത്സരിക്കാൻ അവസരം കൊടുക്കാത്തതിൽ അവരുടെ അതൃപ്തി അന്നേ പ്രകടമാണ്. അതിനുശേഷം അവർ പാർട്ടിയുമായിട്ടൊരു നിസ്സഹകരണ ലൈനിലാണ്. സ്വാഭാവികമായിട്ടും പാർട്ടി പരിപാടികളിൽ അവർ പങ്കെടുക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ അവർ പാർട്ടിയുടെ കമ്മിറ്റികളിൽ പങ്കെടുത്തിട്ടില്ല. എന്നിട്ട് എനിക്ക് സജീവ രാഷ്ട്രീയത്തിൽ നോക്കൂ, എനിക്ക് ഓടി നടന്ന് പ്രവർത്തിക്കാൻ വയ്യാതായിരിക്കുന്നു, അതിന് കഴിയുന്നവർ പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞാണ് അവർ 2024 നവംബറിൽ ഞാൻ വിരമിക്കുകയാണെന്ന് മറ്റിൽ പ്രസ്താവന നടത്തിയത്. അങ്ങനെ ഓടി നടന്ന് പ്രവർത്തിക്കാൻ വയ്യാന്ന് പ്രഖ്യാപിച്ച ഒരാളെ നിങ്ങൾ എങ്ങനെയാണ് അക്കോമഡേറ്റ് ചെയ്യുക എന്ന് അവരെ ബ്രാൻഡ് ചെയ്തു എന്നാണ് പിന്നീട് അവർ വ്യക്തമാക്കിയത്. ആ രീതിയിൽ കൊല്ലം ജില്ലയിലെ CPM നേതൃത്വത്തിൽ നിന്ന് വാക്കുകൾ വന്നുവെന്നും മുകേഷിനെ പോലെ പാർട്ടിയുമായി പുലബന്ധമില്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് കെട്ടി എഴുന്നള്ളിച്ച് കൊല്ലം ജില്ലയിലെ പാർട്ടി പ്രവർത്തകർ തലയ്ക്ക് മുകളിൽ പ്രതിഷ്ഠിച്ചുവെന്നും ആ ജില്ലയിൽ തന്നെ പ്രശ്നങ്ങളുണ്ടല്ലോ. കഴിഞ്ഞ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് നിന്ന് ഉയർന്നു കേട്ടത് നമ്മൾ മുഴുവൻ കേട്ടതല്ലേ. അപ്പൊ അവിടെ അത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്.